ഹായ് ഫ്രണ്ട്സ്, ബിൻസ് ഹോം ആൻഡ് ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പഴമയുടെ രുചിയും നാടൻ മധുരവും ഒരുമിക്കുന്ന ഒരു പലഹാരം തയ്യാറാക്കാം. വായിൽ വെച്ചാൽ അലിഞ്ഞു പോകുന്ന കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഇഷ്ടപ്പെടുന്ന നമ്മുടെ സ്വന്തം അവലോസുണ്ട എളുപ്പത്തിൽ വീട്ടിൽ തന്നെ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന മാവുണ്ടയാണ്. അതിന് വേണ്ടുന്ന ചേരുവകൾ ഞാനിപ്പോൾ 2 കിലോ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. 2 കിലോ അരിപ്പൊടിക്ക് 1 കിലോ ശർക്കര, 4 തേങ്ങായ, ജീരകവും ഏലക്കയും കൂടെ പൊടിച്ചത്, ശകല ഉപ്പ്, ഇതെല്ലാം കൂടെ ഇട്ട് മിക്സാക്കി വെക്കാം. നാല് തേങ്ങ തിരുമിയത് ഇട്ടിട്ടുണ്ട്. കുറച്ച് ജീരകം കൂടി ഇട്ട് കൊടുക്കാം. ജീരകവും ഏലക്കയും കൂടെ പൊടിച്ചത് വേറെ ഉണ്ട്, അതിനും കൂടെ ഞാൻ കുറച്ചിട്ട് കൊടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്കിത് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ പൊത്തി വെക്കാം. ഒരു ശകല ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് ഇളക്കി വെക്കാമേ. ഒത്തിരി വേണ്ട, ശകലം മതി. ഇനി നമുക്കൊരു അരമണിക്കൂർ വെച്ചേക്കാം. ഒന്ന് കൊതുന്ന് റെഡിയായി വരട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് തീ കത്തിച്ച് അടുപ്പ് വെക്കാം. നമ്മൾ പൊടി അടുപ്പിൽ വെച്ചു. ഒരു 3/4 മണിക്കൂർ വെച്ചായിരുന്നു. അടുപ്പ് വെച്ച് നല്ലതായിട്ട് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. കൈയെടുക്കാതെ ഇളകിക്കൊണ്ടിരിക്കണം, നല്ല അടിച്ചു പിടിക്കും, കരിഞ്ഞു പോകുമേ. നല്ലതായിട്ട് അടിച്ചുകൊണ്ടിരിക്കണം, എല്ലാവരും ഒരുപോലെ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. പൊടി ആയതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകും. നല്ല പുകയൊക്കെ ഉണ്ട്, കണ്ണിലേക്ക് പുകയൊക്കെ അടിക്കുന്നുണ്ട്. മഴയായതുകൊണ്ട് വിറകൊക്കെ കത്താൻ ബുദ്ധിമുട്ടാണ്. ഇത്രയും ഉള്ളതുകൊണ്ടാണ് ഗ്യാസ് വെക്കാതെ അടുത്ത വെച്ച് നമ്മൾ ഉണ്ടാക്കുന്നത്. ഗ്യാസെല്ലാം തീർന്നു പോകും. തന്നെയല്ല, ഗ്യാസ് എടുത്ത് ഒരു സൈഡിൽ കുറച്ച് സൈഡിൽ മാത്രമേ ചൂട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇത്രയും വറുത്ത് എടുക്കണമെങ്കിൽ ഭയങ്കര താമസമാണ്. ഇടയ്ക്ക് എന്നെ സഹായിക്കാൻ എൻ്റെ പ്രിയപ്പെട്ടവൻ വന്നു. എനിക്ക് തന്നെ പറ്റത്തില്ല, കൈ കഴിക്കും. അപ്പോൾ ഇടയ്ക്ക് ഒരാളുടെ സഹായം കൂടെ വേണം ഇളക്കാൻ വേണ്ടി. ഒരുപാട് തീ ആകരുത്, കരിഞ്ഞു പോകും. തീരെ കുറഞ്ഞും പോകരുത്, മീഡിയം തീയിലിട്ട് വേണം ഇളക്കാൻ. അരിയിലെയും തേങ്ങയിലെയും വെള്ളം പറ്റി വരുന്നതിനനുസരിച്ച് ഇളക്കാൻ പോകുന്നു. ആദ്യം ഇച്ചിട്ട് കട്ട് ചെയ്യാൻ ഇളക്കാം. വെള്ളം പറ്റി വരുന്നതിനനുസരിച്ച് ഇളക്കാൻ എളുപ്പം വരുന്നുണ്ട്. ഞാൻ 4 തേങ്ങ, ചെറിയ തേങ്ങയാണ് 4 ഇട്ടത്. തേങ്ങ കൂടെ ഇടുന്നതോറും ടേസ്റ്റ് കൂടും. കളറ് മാറി മാറി വരുന്നുണ്ട്. കൂടെ മാറണം, ഒരു ഗോൾഡൻ കളറാകണം. നല്ലതായിട്ട് ഇളകിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടിച്ചു പിടിക്കും. മൂക്കും ചോറും വെള്ളം പറ്റുന്നതിനനുസരിച്ച് അടിച്ചു പിടിക്കും. നല്ലതായിട്ട് കൈ ഒരാളെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇതിന് അവലോസുണ്ടെന്നും പറയും, മാവുണ്ടെന്നും പറയും. ഏകദേശമൊക്കെ കളറായി വരുന്നുണ്ട്, ഗോൾഡൻ കളർ ആകുന്നുണ്ട്. കുറച്ച് സമയം കൂടെ ഇളക്കണം.
വയ്ക്കരുത്. വേറെ ഒരു പേപ്പർ വെള്ളം എടുത്തിട്ടുണ്ട്, മുകളിലോട്ടൊരു പേപ്പർ വെള്ളം എടുത്തിട്ടുണ്ട് തണുക്കാൻ വെക്കാം. ഇതിനകത്തിരുന്നാൽ ചൂട് കൊണ്ട് മൂത്ത് പോകും. എന്നിട്ട് ആറി കഴിയുമ്പോൾ നമുക്ക് ശകലം പൊടിച്ചെടുക്കാം. ഒത്തിരി പൊടിക്കരുത്, ചെറുതായിട്ട് ഒന്ന് മിക്സിയുടെ ജാറിലോട്ട് കറക്കി എടുക്കാം. ഇത് കുറഞ്ഞൊരു ആറാൻ വെക്കാം. ആറിയിട്ട് ഒരു കറക്കം മിക്സിയുടെ ജാറിൽ ഒരു കറക്ക് കറക്കിയെടുക്കാം. നമുക്കിത് ഒന്ന് കറക്കിയെടുക്കാം. ഒറ്റ കറക്കിനെടുക്കണം. നമുക്ക് ഉരുട്ടി പുരട്ടാൻ വേണ്ടി പൊടി ഒന്ന് പുരട്ടി വെക്കാൻ വേണ്ടി കുറച്ച് പൊടി നമുക്ക് മാറ്റി വെക്കാം. ശർക്കര പൊട്ടിച്ച് വെള്ളം ഒഴിച്ച് പാനിയാക്കിയിട്ട് അരിച്ചെടുത്തതാണിത്. അരിച്ചെടുക്കണം. ഇതിനകത്ത് പൊടിയൊക്കെ കാണും. എന്നിട്ട് അരിച്ചെടുത്ത് നമ്മൾ പാനിയാക്കാൻ വേണ്ടി വെച്ചേക്കുക. ഇതൊന്നും ആയിട്ടില്ല. ഇപ്പം അത് കുറുകി വരണം, ഒരു നൂൽ പരുവാകണം. നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ജീരകവും ഏലക്കായും കൂടെ ഈ പൊടിക്കകത്തോട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് പാനി കുറുകി കഴിയുമ്പം അതിനകത്തോട്ട് ഇട്ടിട്ട് ഇളക്കിയെടുക്കാം. ചുക്കൂടെ ഇടേണ്ടതായിരുന്നു. ചുക്ക് എൻ്റെ കയ്യിലില്ലായിരുന്നു. നിങ്ങളുടെ കയ്യിൽ ചുക്കുണ്ടെങ്കിൽ നിങ്ങൾ ചുക്കും കൂടി ഇടണം. ചുക്ക് പൊടിയും കൂടി ഇട്ടിട്ട് വേണം ചെയ്യാൻ. നമ്മുടെ പാനി ആയിക്കൊണ്ടിരിക്കുന്നു. ശകലം കൂടെ കുറുകാനുണ്ട്. ഒരു നൂൽ പരുവാകണം. പാനി ഒത്തിരി മൂത്ത് പോയാൽ മാവുണ്ടയ്ക്ക് കട്ടി കൂടും. ഇച്ചിരി സോഫ്റ്റായിട്ട് വേണമെങ്കിൽ ഒരു നൂൽ പരുവാകുമ്പോഴത്തേക്ക് എടുക്കണം. പാനിയുടെ മൂപ്പ് കൂടും തോറും മാവുണ്ടയ്ക്ക് കട്ടി ആയിപ്പോകും, ഭയങ്കര കട്ടിയായിപ്പോകും. നമ്മുടെ പാനി റെഡിയായി. നമുക്കിതിനകത്തോട്ട് ഇനി അരിപ്പൊടി ഇട്ട് കൊടുക്കാം. കുറേശ്ശെ ഇട്ട് കൊടുത്ത് ഇളക്കിയെടുക്കാം. വേണ്ടേ, നമ്മൾ പൊടി ഇടാൻ പോവുകയാണ്. കുറേശ്ശെ ഇട്ടിട്ട് ഇളക്കിയെടുക്കാം. പെട്ടെന്ന് ഇളക്കിയെടുക്കണം, അല്ലെങ്കിൽ കട്ടയായി. കുറേശ്ശെ ഇട്ടിട്ട് നോക്കിയെടുക്കാം. നമ്മളെല്ലാം മിക്സാക്കി ഇത് ചൂടാറുന്നതിന് മുമ്പ് പെട്ടെന്ന് ഉരുട്ടിയെടുക്കണം. എന്നിട്ട് നമുക്ക് പൊടിക്കകത്തോട്ടിടാം. അങ്ങനെ നമുക്ക് എല്ലാം ഉരുട്ടിയെടുക്കാം. അത് പെട്ടെന്ന് ചൂടാറുന്നതിന് മുമ്പ് ഉരുട്ടണം. ചൂടാറിക്കഴിഞ്ഞാൽ പിന്നെ ഉരുണ്ട് വരത്തില്ല, ഉരുളകളാകത്തില്ല. അങ്ങനെ നമുക്കിത് മൊത്തം ഉരുട്ടിയെടുക്കാമേ. നമ്മുടെ മാവുണ്ട എല്ലാം റെഡിയായി. വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി. നിങ്ങളുടെ സ്നേഹവും പിന്തുണയും തുടർന്നും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്തൊരു കിടിലൻ റെസിപ്പിയുമായി വീണ്ടും കാണാം. ബൈ ബൈ.